ഓം ശ്രീ മഹാദേവി നമഃ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ദേവീ കൃപ, ദേവീ കടാക്ഷം എല്ലാവരിലേക്കും അനുസ്യൂതം ഒഴുകിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. നമ്മൾ മൂർത്തി രഹസ്യം വരെ പറഞ്ഞു നിർത്തി. എല്ലാവർക്കും ഒരുവിധം തൃപ്തിയായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് ഈ ദേവീ മാഹാത്മ്യ പാരായണത്തിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന, അതായത് അതിനോട് തുല്യമായ ഫലസിദ്ധി ഉണ്ടാകുന്ന സപ്തശ്ലോകി എന്നറിയപ്പെടുന്ന 7 ശ്ലോകങ്ങൾ ആണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ സപ്തശ്ലോകി എന്ന് പറഞ്ഞാൽ 7 സപ്തം 7 ആണല്ലോ. അതിൽ 55-ാമത്തെ ശ്ലോകമാണ് ആദ്യം പറയുന്നത്. ഓം ജ്ഞാനിനാമഭിജയതാംസി ദേവീ ഭഗവതി ഹിസ ബലാദാകൃഷ്യമോഹായ മഹാമായ പ്രയച്ഛതി തയാ വിസൃജ്യതേ വിശ്വം ത്രൈലോക്യം സചരാചരം സൈഷാ പ്രസന്ന വരദ നണാം ഭവതി മുക്തയേ. ഇങ്ങനെ ആ ശ്ലോകമാണ് ഒന്നാമത്തേതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് തയാ, ആ ദേവിയാൽ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ പ്രസിദ്ധയായ ദേവി, ഐശ്വര്യാദി ഗുണപൂർണ്ണയായിരിക്കുന്ന മഹാമായ ദേവി, വിശേഷ ജ്ഞാനത്തോടു കൂടിയ, അതുപോലെ തന്നെ നമ്മുടെ അന്ധകരണങ്ങളെ ആ ബുദ്ധി സാമർഥ്യം കൊണ്ട് പിടിച്ചു വലിച്ച് മോഹത്തിനായി സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ആ ദേവിയാൽ തന്നെയാണ് സമസ്ത ചരാചരങ്ങളും ഈ ത്രൈലോക്യം തന്നെയും സൃഷ്ടിക്കപ്പെടുന്നതും. അതുപോലെ തന്നെ അങ്ങനെ ഈ ത്രൈലോക്യത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ദേവി പ്രസന്നയായാൽ മനുഷ്യർക്ക് മോക്ഷത്തിനായിട്ട് വരങ്ങളെ കൊടുക്കുന്നവളായിട്ട് ഭവിക്കുന്നു. അങ്ങനെ ആ വരങ്ങളെ കൊടുത്ത് സംരക്ഷിക്കുന്ന ദേവി നമ്മളെയും സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ദേവിയാൽ ചരാചരം മുഴുവനും സൃഷ്ടിക്കപ്പെടുന്നു. അവളാൽ തന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ദേവി നമ്മളെയും രക്ഷിക്കട്ടെ. മുക്തി മാത്രമല്ല, അതുപോലെ തന്നെ മോഹകാരിണിയാണെങ്കിലും ആ ദേവി ഉപാസനാദികളെ കൊണ്ടും നിത്യകർമാദികളെ കൊണ്ടും പ്രസന്നയായിട്ട് മോക്ഷത്തിന് വരതയായിരിക്കുന്നു. ആ ദേവി നമുക്കും മോക്ഷത്തെ പ്രദാനം ചെയ്യട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. ഇനി അടുത്ത ശ്ലോകമായിട്ട് പറഞ്ഞിരിക്കുന്ന 4-ാമത്തെ അധ്യായത്തിൽ ദേവി ദൂത സംവാദ എന്ന 4-ാമത്തെ അധ്യായത്തിലെ ശ്ലോകമാണ് 234-ാമത്തെ ശ്ലോകം. ദുർഗേ സ്മൃതാഹരസി എന്ന് തുടങ്ങുന്നത്. ഇത് നോക്കുക. ദുർഗേ സ്മൃതാഹരസി ഭീതിമശേഷജന്തോ സ്വസ്ഥൈ സ്മൃതാമതിമതീവ ശുഭാദദാസി ദാരിദ്ര്യദുഃഖഭയഹാരിണിക ത്വധന്യ സർവോപകാരകരണായ സദാർദ്രചിത്ത. ഈ ശ്ലോകത്തിൽ ആ സങ്കടത്തിൽ എന്താപത്തിലും നമ്മൾ സ്മരിച്ചാൽ ആ സകല പ്രാണികളുടെയും ഭയത്തെ നശിപ്പിക്കുന്ന ദേവിയാണ്. അതുപോലെ തന്നെ ഭയമില്ലാത്തവർ സ്മരിച്ചാലോ ഏറ്റവും ചതുർവർഗ ഫലസാധന, അതായത് ധർമാർത്ഥ കാമമോക്ഷ, ആ ധർമാർത്ഥ കാമമോക്ഷങ്ങളെ പ്രദാനം ചെയ്യുന്ന, അതുപോലെ തന്നെ മതിം ദദാസി ബുദ്ധിയെയും പ്രദാനം ചെയ്യുന്നു. ദാരിദ്ര്യ ദുഃഖഭയത്തെ നശിപ്പിക്കുന്ന ദേവിയാണ്. സർവ്വചരാചരങ്ങൾക്കും ഉപകാരം ചെയ്യുന്നതിന് എല്ലായ്പ്പോഴും കൃപ കൊണ്ട് അലിഞ്ഞ ഹൃദയത്തോടു കൂടിയവൾ അവിടുന്നല്ലാതെ മറ്റാരാണ്? അതായത് അവിടുന്ന് മാത്രമേ ഉള്ളൂ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ ദുർഗേ, എന്തിരുവടി ഞങ്ങളെയും കാത്തുരക്ഷിക്കണേ. സ്മരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഓടിയെത്തുന്ന സങ്കടത്തിൽ അല്ലെങ്കിൽ ഹേ ദുർഗേ എന്ന് സംബോധന ചെയ്ത് വിളിച്ചിരിക്കുകയാണ്. ദുർഗേ സ്മൃതാഹരസി. ഇനി അടുത്ത ശ്ലോകം നോക്കാം. അടുത്ത ശ്ലോകം 11-ാം അധ്യായത്തിലെയാണ്, നാരായണീ സ്തുതിയിലെ ശ്ലോകം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ശ്ലോകമായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ദേവീ മാഹാത്മ്യത്തിലെ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളത്. എല്ലാം ഇതിൽ ഒന്നിച്ചു ചേർന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ സകല മംഗളങ്ങളുടെയും, അതായത് മംഗളാദികളായിരിക്കുന്ന സകലങ്ങൾക്കും ആ മംഗള സ്വഭാവത്തിൻ്റെ രൂപത്തോടു കൂടിയ ദേവിയാണെന്നാണ്. മംഗളങ്ങൾക്കും മംഗളങ്ങളായിട്ട് എല്ലാ മംഗളങ്ങൾക്കും, അതായത് കല്യാണങ്ങളെ ചെയ്യുന്നവളായ, ആശ്രയിക്കുന്നതിന് യോഗ്യയായിരിക്കുന്ന,
ത്രയംബകെ 3 കണ്ണുകളോടും ഗൗരവർണ്ണത്തോടും കൂടിയവളായിരിക്കുന്ന അല്ലയോ നാരായണി അവിടുത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശിവയായിട്ട് പാർവതീ ദേവിയെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് രമാദേവിയും ഉമാരമ രണ്ടുപേരെയും വിചാരിച്ചിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. സർവാർത്ഥ സാധിക, സർവാർത്ഥങ്ങളെയും നമുക്ക് സാധിപ്പിച്ചു തരുന്നവളാണ്. ശരണ്യ, രക്ഷിതാക്കളിൽ ശ്രേഷ്ഠയാണ് ഉമയും രമയും. അതാണ് 3 കണ്ണുകൾ, സോമസൂര്യാഗ്നികളാകുന്ന 3 കണ്ണുകളോടുകൂടിയവളാണ് ഉമ. അല്ലെങ്കിൽ ഉമ ബ്രഹ്മവിഷ്ണു മഹേശ്വര രൂപമായിരിക്കുന്ന 3 അമ്പമാരാണ്, അമ്പകന്മാർ. അതായത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരാണ് ആ കണ്ണുകളുടെ പ്രതിരൂപം അല്ലെങ്കിൽ പ്രതിനിധിത്വം വഹിച്ചിരിക്കുന്നത് എന്ന്. ഇനി അല്ലെങ്കിൽ ഈ 3 പേരും പരിവാരങ്ങളായുള്ളവൾ എന്നും അർത്ഥമുണ്ട്. ഇനി ഉമ എന്ന് പറഞ്ഞാൽ ഗുപ്തമായി ശബ്ദിക്കപ്പെടുന്നവൾ എന്ന അർത്ഥം പറഞ്ഞിരിക്കുന്നു. ഇത് അരുണവർണ്ണത്തോടു കൂടിയവൾ എന്നും അർത്ഥമുണ്ട്. ആ നാരായണി ആ പരമാത്മാവിൻ്റെ മായയാണ് നാരായണി, നാരായണൻ്റെ ഉമ. അപ്പോൾ അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതും ഈ അധ്യായത്തിലെ തന്നെയാണ്. ശരണാഗതദീനാർത്ഥപരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ. 587 ശ്ലോകമാണ്. ശരണം പ്രാപിക്കുന്ന എല്ലാവരെയും, അതായത് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് നമ്മൾ ഏത് നേരവും വിളിക്കുമല്ലോ. എന്നിങ്ങനെ ശരണം പ്രാപിച്ചവരായ എല്ലാ ദുഃഖിതന്മാരെയും, അതായത് ദീനന്മാരെയും എല്ലാവരെയും നമുക്ക് ആപത്ത് വരുമ്പോഴാണല്ലോ നമ്മൾ ദേവിയെ കൂടുതൽ വിളിക്കുന്നത്. സുഖം വരുമ്പോൾ ആരും അങ്ങനെ സ്മരിക്കാറില്ല ഇല്ലേ. ആപത്തുകളിൽ നിന്നും നല്ലവണ്ണം രക്ഷിക്കുക എന്നുള്ളത് പ്രധാനമാക്കി നിശ്ചയിച്ചു വച്ചിരിക്കുന്ന ദേവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർവ്വലോകത്തിൻ്റെയും പീഡകളെ ദൂരീകരിക്കുന്നവളെ അല്ലയോ ദുഃഖനാശിനി ഭഗവതി നാരായണി, വൈഷ്ണവ പ്രകൃതിയായുള്ളവളെ അവിടുത്തേക്ക് നമസ്കാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേവന്മാർക്ക് അയനിയായി ആരാധിക്കപ്പെടുവാൻ യോഗ്യയായുള്ള ദേവിയാണ് നാരായണി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകവും ഇതിലെ ഈ അധ്യായത്തിലെ തന്നെയാണ്. അതായത് 599 ശ്ലോകം. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് സർവസ്വരൂപിണിയായി സകലത്തിൻ്റെയും സ്വാമിനിയായി സകല ശക്തികളോടും കൂടിയവളായിരിക്കുന്ന അല്ലയോ ദേവി അവിടുത്തേക്ക് നമസ്കാരം. അവിടുന്ന് ഞങ്ങളെ സങ്കടങ്ങളിൽ നിന്ന് രക്ഷിച്ചാലും അല്ലയോ ദുർഗേ ദേവി അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം. നമുക്കറിയാം ഇപ്പോൾ ദുർഗ എന്ന് പറഞ്ഞാൽ ദുർഗമൻ എന്ന അസുരനെ കൊന്നതുകൊണ്ടാണ് ദുർഗ എന്ന പേര് ലഭിച്ചതെന്നൊക്കെ നമുക്കിപ്പോൾ അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇനി അടുത്ത ശ്ലോകം ഏതാണെന്ന് നോക്കാം. ഇത് ഈ സർവസ്വരൂപ എന്നുള്ളത് 599 ശ്ലോകം. ഇനി 604 ശ്ലോകമാണ്. രോഗാനശേഷാൻ അഭംസി തുഷ്ടാരുഷ്ടാതു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാഹ്യാശ്രയതാം പ്രയാന്തി. ഇവിടെ പ്രസന്നയായാൽ അവിടുന്ന് പ്രസാദിച്ചാൽ സന്തുഷ്ടയായാൽ സകല ഉപദ്രവങ്ങളെയും, അതുപോലെ കോപിച്ചവളായാൽ രുഷ്ട കോപിച്ചവളായാൽ എല്ലാ ഇഷ്ടങ്ങളായ മനോരഥങ്ങളെയും നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് ആശ്രയിക്കുന്ന മനുഷ്യർക്ക് ആപത്തുണ്ടാക്കുകയില്ല. നിന്തിരുവടിയെ ആശ്രയിക്കുന്നവർ അന്യന്മാരാൽ ആശ്രയിക്കപ്പെടുന്ന സ്ഥിതിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് മറ്റുള്ളവർക്ക് ആശ്രയം കൊടുക്കാൻ തക്ക അവസ്ഥയിലേക്ക് നമ്മൾ സമൃദ്ധിയോടെ മുന്നേറുന്നു എന്ന് അർത്ഥം. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ഇവിടെ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ അധ്യായത്തിൽ തന്നെ സർവബാധാ പ്രശമനം 614 സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യമസ്മദ് വൈരിവിനാശനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദേവാഊജു ഉവാച മന്ത്രം കഴിഞ്ഞിട്ട് ആ ദേവാഊജു ദേവന്മാർ പറയുന്നതാണ്. അതായത് ദേവി ചോദിക്കും അവരോട് പ്രണദാനം, അതായത് വരദാഹം സുരഗണാവരം യം മനസ്സേച്ഛത തം വൃണധ്വം പ്രയച്ഛാമി ജഗതാം ഉപകാരകം എന്ന് ഞാൻ പറഞ്ഞ വരത്തെ, അതായത് ഞാൻ വരത്തെ ദാനം ചെയ്യുന്നവളാകുന്നു. നിങ്ങൾക്ക് വരതയായി ഭവിക്കുന്ന ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്, അതായത് നിങ്ങൾക്ക് എന്ത് വരമാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മറുപടിയായിട്ട് ദേവി പറയുന്നതാണിത്. ആ മറുപടിയായിട്ട് ദേവന്മാർ ദേവിയോട് പറയുന്നതാണ്. ദേവന്മാർ പറയും സർവബാധാപ്രശമനം, ഞങ്ങളുടെ ആ 3 ലോകങ്ങൾക്കും സകല ദുഃഖങ്ങളെയും നശിപ്പിച്ചു. ഞങ്ങളുടെ ഈ ശത്രുനാശം ഇപ്രകാരം തന്നെ തുടർന്ന് ചെയ്യേണ്ടതാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർവബാധാപ്രശമനം, അവിടുന്ന് അസുരന്മാരെ എല്ലാം നിഗ്രഹിച്ച് ഞങ്ങൾക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്തു. 3 ലോകങ്ങൾക്കും അത് ആ മോക്ഷത്തെ കൊടുത്തു. അതായത് സുഖത്തെ പ്രദാനം ചെയ്തു, സമൃദ്ധിയെ സന്തോഷത്തെ
പ്രദാനം ചെയ്തു. സകല ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതായ ഞങ്ങളുടെ ശത്രുനാശം ഇപ്രകാരം തന്നെ അവിടുന്ന് നടത്തിയാൽ മതി, അത് തന്നെയാണ് കർത്തവ്യമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അഖില വ്യാപിയായിട്ടിരിക്കുന്ന, അഖില വിശ്വവ്യാപിയായി ത്രൈലോക്യത്തിൻ്റെയും സ്വാമിനിയായിരിക്കുന്ന അല്ലയോ ദേവി, അവിടുന്ന് ആ ഭഗവതി എന്ന് പറഞ്ഞാൽ ഭദ്രയായ ഭഗവതി, എല്ലാ സൗഭാഗ്യങ്ങളെയും മംഗളങ്ങളെയും നൽകുന്ന ദേവി, ഈ 3 ലോകങ്ങൾക്കും സർവ്വ ദുഃഖവിനാശനം നടത്തുന്ന, ശത്രുവിനാശനം നടത്തുന്ന ആ ദേവി ഇങ്ങനെ തന്നെ തുടർന്ന് പോയാൽ മതിയെന്ന് ദേവന്മാർ പറയുകയാണ്. അതായത് ശത്രുക്കളെ നശിപ്പിക്കുക, ദുഃഖങ്ങളെ നശിപ്പിക്കുക, അതുപോലെ തന്നെ ഭക്തരെ സംരക്ഷിക്കുക, ഇതാണല്ലോ ദേവി ചെയ്യുന്നത്. അതങ്ങനെ തന്നെ തുടർന്ന് പോയാൽ മതിയെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ 7 ശ്ലോകങ്ങളുമാണ് എല്ലാ ബാധകളെയും ഉന്മൂലനം ചെയ്യാൻ പ്രാപ്തമായ ഈ കലിയുഗത്തിൽ എല്ലാവരുടെയും ആ ശത്രുക്കളെ, നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും ശത്രുക്കളാണല്ലേ, നമ്മൾ ശത്രു സംഹാര പുഷ്പാഞ്ജലിയൊക്കെ നടത്തുകയില്ലേ, അതുപോലെ ഈ ദുഃഖങ്ങളെ നടത്തുന്നത്, ആ തടയുന്നത് ആണ് ദേവിയുടെ കർത്തവ്യം. നമ്മളിപ്പോൾ ഈ 7 ശ്ലോകങ്ങൾ ജപിച്ചാൽ ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ 7 ശ്ലോകങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് അത് ദിവസവും പാരായണം ചെയ്താലും മതിയാവും. ഇനി നമ്മൾ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, അതിൻ്റെ വിധി എങ്ങനെയാണ്, ക്രമം എങ്ങനെയാണ് എന്ന് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അടുത്ത വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ദേവീ കൃപയുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി.